ഇന്നലത്തെ എവിക്ഷനിൽ പോയത് ആർ ജെ ബിൻസി ആയിരുന്നു. പക്ഷേ ആർ ജെ ബിൻസി പോയത് പിന്നെ എന്താ പറയുക, കുറച്ച് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പോയത്. കാരണം ബിൻസി അതിനേക്കാൾ ഡിസേർവ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ രേണു സുധി ഉണ്ട്, പിന്നെ റന ഫാത്തിമ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ബിൻസി അവിടെ ജസ്റ്റ് ഒന്ന് കളിച്ച് തുടങ്ങിയതായിരുന്നു. പക്ഷേ എന്നാലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ബിൻസി എവിക്റ്റഡ് ആയി പോകുന്നുള്ളത്. കാരണം ബിൻസി തന്നെ പറയുന്നുണ്ട് തൻ്റെ ഫുൾ പൊട്ടൻഷ്യലും ഞാൻ അവിടെ കൊടുത്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, നമ്മളത് പിന്നെ കളിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴേക്ക് ചിലപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലോറിൽ തന്നെ പിന്നെ എവിക്റ്റഡ് ആയിട്ട് പോയിട്ടുണ്ടാവും. പിന്നീടൊരു സമയം ഉണ്ടാവില്ല. പക്ഷേ എന്നാലും ബിൻസി നല്ലൊരു പ്ലെയർ ആയിരുന്നു. എവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് മിസ്സിങ് ആയിപ്പോയി. പക്ഷേ ഒന്ന് തിരിച്ചു വരണമെന്ന് വിചാരിച്ചപ്പോഴേക്ക് എവിക്റ്റഡ് ആയി പോവുകയും ചെയ്ത്. ആൾക്ക് നല്ല മിസ്സിങ് ഉണ്ട് കേട്ടോ ആ ഫ്ലോർ വിട്ടു പോകുന്നതിൽ. കാരണം മോഹൻലാലിനോട് ചോദിക്കുന്നുണ്ട് എനിക്ക് അതിനെ തിരിച്ചു വരാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടെന്നുള്ളത്. അപ്പം നോക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഫസ്റ്റ് എവിക്ഷനിലൊന്നും പോയ ആൾക്കാർ തീരെ തിരിച്ചു വന്നിട്ടുള്ളൊരു ഇതില്ല, ബിഗ് ബോസിൻ്റെ ചരിത്രത്തിലില്ല. ഇനി മേ ബി നമുക്ക് പറയാൻ പറ്റില്ല എന്താണെന്നുള്ളത്. പക്ഷെ എന്നാലും നല്ലൊരു പ്ലെയർ ആയിരുന്നു. ഇത്ര പെട്ടെന്ന് പുറത്തു പോകേണ്ട ഒരാളല്ലായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ കൂടി ഒരു ഗ്യാങ് ആയിരുന്നു. ബിൻസി, ശൈത്യ, പിന്നെ അനു. പക്ഷെ ഈ ഒരു എലിമിനേറ്റഡ് ആയ ടൈമിൽ അനു പെട്ടെന്ന് ഓടി ചെന്ന് ഹഗ് ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷെ ബിൻസി കുറച്ചൊന്ന് അനുവിനെ അവോയ്ഡ് ചെയ്യുന്ന പോലെയാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു അപ്പാനി ശരത്തായിട്ട് നല്ല കമ്പനി ആയിട്ട് അതും കാണുന്നുണ്ട്. അപ്പോൾ ഇവരുടെ എന്താണ് സ്ട്രാറ്റജി എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അതുവരെ ഇവർ മൂന്നാളായിരുന്നു ഒരു ഗ്യാങ് ആയിട്ട് നല്ല കമ്പനി ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ തന്നെയാണ്, ഒട്ടും പ്രഡിക്റ്റബിൾ അല്ലാത്ത കാര്യങ്ങളാണ് ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തേത് എന്തായാലും നമുക്ക് നോക്കാം. കാരണം ഇന്നത്തേൻ്റെ ക്യാപ്ഷന് തല്ലും തലോടൽ എന്നാണ്. ഇന്നലെ തലോടി എന്നാണ് തോന്നുന്നത്. ഇന്ന് ചിലപ്പം തല്ലായിരിക്കും മിക്കവാറും.